ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്യാബിൻ എന്തിനാണ് വിട്ടുകൊടുത്തതെന്ന് ചോദിക്കുന്ന കൃഷ്ണനോട്, എന്റെ പൊന്ന് സാറേ, ഒന്നാമത് എനിക്ക് ആ ക്യാബിന് ശ്വാസം മുട്ടലായിരുന്നു. അതിനകത്ത് ആകെ ഉണ്ടായിരുന്ന സന്തോഷം എപ്പോഴും സാറിനെ കാണുക എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ ഒരാൾ കൂടെ വരുമ്പോൾ അതിനുള്ള സ്കോപ്പും ഇല്ല. അതാണ് ഞാൻ പിന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തിട്ട് പിന്മാറിയത്. ഞാനിവിടെ ഹാപ്പിയാണ് സർ എന്നെല്ലാം കൃഷ്ണനെ അറിയിക്കുന്നുണ്ട് കൺമണി. അതേസമയം കൃഷ്ണ കൺമണിയോട് പറയാണ്, നീ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യ്. അറിയാലോ, ഞാനൊരു വേഷം കെട്ടിപ്പോയി. അപ്പോ അഭിനയിച്ചേ പറ്റൂ. അഭിനയം വശമില്ലെങ്കിലും ഞാനിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമുക്ക് ഒരുമിക്കാൻ വേണ്ടിയല്ലേ, അതുകൊണ്ട് കുറച്ചൊന്ന് ക്ഷമിക്കാമെന്ന് കൃഷി കൺമണിയോട് പറഞ്ഞപ്പോ കൺമണിയും അതിന് സമ്മതം മൂളുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ശങ്കർ മോഹൻ ഇവിടെ എത്തും. പിന്നെ നമുക്ക് അങ്ങോട്ട് തകർക്കാം. അവിടെ വെച്ച് കാണാം പാരീസ് ഡിസൈനറുടെ തള്ളൊക്കെ പൊളിയുന്നത്. എന്നാൽ ആ കുട്ടിയെ അങ്ങനെ താഴ്ത്തി കെട്ടുന്നത് ശരിയല്ലെന്ന് കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ശങ്കർ മോഹന്റെ മീറ്റിംഗിന് കാണാം. അങ്ങനെ പരസ്പരം ഐ ലവ് യു ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ സംസാരം അവസാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഷൺമുഖദാസ് സുമിത്രയുടെ വീട്ടിലെത്തിയിട്ട് ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നതെന്നും സാഗർ ജർമ്മനിയിൽ നിന്ന് വരുന്നെന്ന് എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്നും സുമിത്രയും ബാലുവിനെ അറിയിക്കുമ്പോൾ സുമിത്രയ്ക്കും ബാലുവിനും അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്. അവൻ വരണമല്ലോ, ആ വരവിന് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരിക്കുന്നതും എന്നൊക്കെ ഇതേ സമയം ബാലു പറയുന്നുണ്ട്. ഷൺമുഖദാസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മകളുടെ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള മടങ്ങിവരവല്ല ഇതെന്നും മറ്റെന്തോ കാര്യത്തിനുള്ള വരവാണെന്നും വന്നിട്ട് വൈകാതെ തന്നെ തിരിച്ചു പോകുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്നാൽ അവൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മടങ്ങരുതെന്നും ഇവിടെ തന്നെ തീരണമെന്നും ഒരുപാട് കാലമായിട്ട് ഒരുങ്ങുന്നതാ, ഇനി നീട്ടാൻ പാടില്ല എന്നൊക്കെ കലിപ്പോടെ സുമിത്ര പറയുന്ന കേട്ടിട്ട് ബലരാമൻ പക്ഷെ പിടിതരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലു. ബലരാമനിലൂടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുള്ളൂ എന്ന് ഷൺമുഖദാസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് സുമിത്രയും ബാലുവിനെയും. ഇത്രയും വർഷം അവനെ ഒരുക്കി നിർത്തിയത് ഈ ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ, അവസാന നിമിഷം തോറ്റു പിന്മാറരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ സുമിത്ര ചിരിയോടെ പറയുകയാണ്, ഞാൻ തോറ്റു കൊടുക്കാന് വക്കീലെ, എന്നെ തോൽപ്പിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മരണത്തിന് പോലും എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. എന്റെ മരണവും ഞാൻ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ സുമിത്ര വീരവാദം നിൽക്കുന്നത് കേട്ടിട്ട് വക്കീൽ ചിരിച്ചുകൊണ്ട് പറയാണ്, സുമിത്ര മാഡത്തിന്റെ മരണമല്ല ഞാൻ പറഞ്ഞത്, സാഗറിന്റെയും പിന്നെ ബലരാമന്റെയും മരണമാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. സാഗർ ഇവിടെ കാല് കുത്തുന്നതിന് മുമ്പ് ബലരാമനെ സാഗറിന്റെ ശത്രുവാക്കിയിരിക്കണം. അടുത്തിനി സാഗർ ബലരാമനെ കാണാൻ പോകുന്നത് കയ്യിൽ കത്തിയും കരുതിക്കൊണ്ടായിരിക്കണം. അതുകൊണ്ട് സുമിത്ര മാഡം, ഇനിയും അമാന്തിച്ചാൽ നമ്മുടെ പ്ലാനുകളൊക്കെ വേറെ വഴിക്ക് പോകും. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഏറ്റിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പന്ത് നിങ്ങളുടെ കോട്ടില്ല. അവനെ മെരുക്കിയെടുക്കേണ്ടത് നിങ്ങളാ. സാഗറിനെ കൊല്ലാൻ അവനെ മാനസികമായിട്ട് ഒരുക്കിയെടുക്ക്. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. വക്കീലിന്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ബാലു ചോദിക്കുന്നുണ്ട്, നമ്മൾ ബലരാമനെ എങ്ങനെയാ കൂടെ നിർത്തേണ്ടതെന്ന്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും എന്ന് വാക്കും കൊടുത്തുകൊണ്ട് വക്കീൽ അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ബാലുവും സുമിത്രയും കൂടെ തലപുകഞ്ഞ് ആലോചിക്കുന്നുണ്ട് ബലരാമനെ എങ്ങനെ ഇതിനു വേണ്ടി കൂടെ നിർത്താം എന്നുള്ളതിനെ പറ്റി. സുമിത്രയ്ക്ക് എന്തോ ഒരു ഐഡിയ മനസ്സിൽ തെളിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ലക്ഷ്യം കിട്ടുന്നുണ്ടെന്ന് സുമിത്ര പറഞ്ഞപ്പോ അതെന്താണെന്ന് ചോദിക്കുകയാണ് ബാലു. അപ്പൊ സുമിത്ര പറയും, എന്തൊക്കെ പറഞ്ഞാലും അവനെ സംബന്ധിച്ച് ഇപ്പൊ ഞാനും ബാലുവുമാണ് ആദ്യ ദൈവങ്ങൾ. അത് കഴിഞ്ഞേ ഉള്ളൂ അവന് സാഗറും സുജാതയും ഒക്കെ. നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചതെന്നറിഞ്ഞാൽ അവന്റെ മനസ്സൊന്ന് അലിയും അല്ലെ. അപ്പൊ ബാലു വീണ്ടും ആശുപത്രിയിൽ ആകേണ്ടി വരും. ബാലു ഒന്നുകൂടെ മരിച്ചു ജീവിക്കാൻ പോകുന്നു. ഇത് കേട്ട് ബാലുവിനൊന്നും മനസ്സിലായില്ലെന്ന് സുമിത്രയോട് പറയുമ്പോ അത് ഞാൻ മനസ്സിലാക്കി തരാമെന്ന് തന്നെ സുമിത്ര ബാലുവിനോട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന കൃഷ്ണൻ ദേവജിയും മഹിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മഹിയെ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പാവം കൺമണിയെ ക്യാബിനിൽ നിന്ന് ഓടിക്കാൻ സമ്മതിച്ചത്? അപ്പോ കൃഷ്ണ മഹിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ദേവ് സാർ ഇടയ്ക്കൊക്കെ പറയാറുണ്ടല്ലോ മൗനം വിദ്വാന ഭൂഷണമെന്ന്. ശേഷം മഹിയോട് പറയുന്നുണ്ട്, എടാ മഹി, കൺമണിയെ ക്യാബിനിൽ നിന്ന് മാറ്റുമ്പോ എനിക്ക് പ്രതികരിക്കായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോഴേ അഭിനയിക്കുക. അച്ഛൻ വരുന്നവരെ അവൾക്ക് സിന്ദാബാദ് വിളിച്ച് കൂടെ നടന്നേ പറ്റൂ. പിന്നെ കാര്യങ്ങളൊക്കെ കൺമണിക്കും അറിയാം. ശേഷം മഹി ചോദിക്കുന്നുണ്ട്, ഇന്ന് ശങ്കർ മോഹന്റെ പ്രസന്റേഷനിൽ കൺമണിയാണോ അതോ ശ്രീദേവിയാണോ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന്. അത് മാനസ തീരുമാനിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട് കൃഷ്. ശേഷം ദേവ് സാറിനോടും മഹി ചോദിക്കുകയാണ്, ശങ്കർ മോഹന്റെ മുമ്പിൽ ഇന്ന് ശ്രീദേവി സ്കോർ ചെയ്യുമെന്ന്. ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ, അത് നല്ലതല്ലേ. അലികയ്ക്ക് 2 സൂപ്പർ ഡിസൈനർ കിട്ടുമല്ലേ, നമുക്ക് മുൻവിധി ഒന്നും വേണ്ട. ഉടനെ കൃഷി ദേവ് സാറിനോടായിട്ട്, ദേവ് സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഞാൻ ശ്രീദേവിയെ വിലയിരുത്തിയിട്ടുണ്ടെന്നും അവളൊരു കലാകാരിയെ അല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യഥാർത്ഥ കലാകാരിയാണെങ്കിൽ അവൾ അഹങ്കരിക്കില്ല. കൃഷിന്റെ ആ കണ്ടുപിടുത്തം ദേവജിക്ക് ഇഷ്ടമാവുന്നുണ്ട്. കൃഷിന് കൈ കൊടുത്ത് പ്രശംസിക്കുന്നുണ്ട്. ഇതേ സമയം മാനസ വന്നിട്ട് അറിയുകയാണ് ശങ്കർ മോഹൻ വന്നിട്ടുണ്ടെന്നും
നമുക്ക് എത്രയും പെട്ടെന്ന് മീറ്റിംഗ് തുടങ്ങാമെന്നും കൃഷ്ണനോടായിട്ട് മാനസ ശ്രീദേവിയെ പറ്റി ശങ്കർ മോഹന്റെ മുമ്പിൽ കുറച്ച് പൊക്കി അടിച്ചേക്കണേ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെന്താ മാനസ അതെന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? മാനസ കൊണ്ടുവന്ന ആളിന് ഒരു മതിപ്പുണ്ടാകേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ? പിന്നെ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയല്ലേ മാനസ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അത് കേട്ട് മാനസയ്ക്കും സന്തോഷമാവുന്നുണ്ട്. വേഗം വരണേന്ന് പറഞ്ഞ് മാനസ അവിടുന്ന് പോകുന്നു. അത് കഴിഞ്ഞ് മഹിയാണെങ്കിൽ കൃഷ്ണനെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് മാനസയുടെ മുമ്പിലുള്ള ഈ ആക്ടിങ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ മീറ്റിങ്ങിന് സമയമായി, നമുക്ക് വേഗം ചെന്ന് ശ്രീദേവി ഒന്ന് പുകഴ്ത്താം എന്നും പറഞ്ഞിട്ട് ദേവ്ജിയും കൃഷ്ണും മഹിയും കൂടെ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോകുന്നു. ഒരിടവേളയ്ക്ക് ശേഷം അലികയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ശങ്കർ മോഹൻ മീറ്റിങ്ങിന് തുടക്കം കുറിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും കൈയടിക്കും. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, മാനസ ചെയ്തു തന്ന ആ ഡിസൈൻ ഞങ്ങൾക്ക് കുറച്ചൊന്നുമല്ല നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നത്. മാനസ നന്ദി പറയുന്നുണ്ട്. അതേസമയം കൺമണി ഒന്ന് ഒട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. ശേഷം മാനസ പറയുകയാണ്, അലിക ബഹുമാനപൂർവ്വം കാണുന്ന ഒരാളാണ് ശങ്കർ മോഹൻ സാർ. ശങ്കർ മോഹൻ സാറിന്റെ ഓരോ ഓർഡറും സാറ് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സാറിന്റെ പുതിയ പ്രോജക്റ്റിനായിട്ട് ഞങ്ങൾ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ തന്നെ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്ത്. അത് ആരുമല്ല, മിസ് ശ്രീദേവി. ശ്രീദേവിയുടനെ ശങ്കർ മോഹന് ഹായ് പറയുന്നുണ്ട്. ശേഷം മാനസ ശ്രീദേവിയെ പറ്റി കുറെ പൊക്കിയടിക്കുന്നുണ്ട് ശങ്കർ മോഹന്റെ മുമ്പിൽ വെച്ച്. പാരീസ് ആയിരുന്നു ഇവളുടെ തട്ടകം, ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ കൃഷ് എന്ന് ചോദിക്കുമ്പോ കൃഷ്ണൻ പറഞ്ഞു തുടങ്ങാണ്, അതെ ഓഫ് കോഴ്സ്, മിസ് ശ്രീദേവി അലികയുടെ അഭിമാനമാണ്. ശേഷം ശങ്കർ മോഹൻ ഇതൊക്കെ കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഡൽഹി പ്രൊജക്ട് ആരാണ് ഡിസൈൻ ചെയ്തതെന്ന്. അത് ആദ്യം ചെയ്തത് മാനസയായിരുന്നെന്നും, പക്ഷെ ആ സമയം BR ഡിസൈൻസ് അത് വിൻ ചെയ്തു. പക്ഷെ പിന്നീട് അലിക അത് തിരിച്ചു പിടിച്ചു എന്നെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു ഗ്രേറ്റ് ഡിസൈൻ ആയിരുന്നെന്നും ഞാൻ പലരോടും റെഫറൻസ് ആയി കാണിക്കുന്ന ഡിസൈൻ ആണതെന്നും മാനസ യു ആർ ഗ്രേറ്റ്, ഞാൻ കണ്ട ഡിസൈൻസിൽ അതുപോലെ എന്നെ ആകർഷിച്ച് മറ്റൊന്നില്ല, ഒരു ജീനിയസിന് മാത്രമേ ഇത്ര ഒരു ഡിസൈൻ ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനസയെ പ്രശംസിക്കുകയാണ് ശങ്കർ മോഹൻ. എന്നാൽ അപ്പോഴാണ് ദേവ്ജി പറഞ്ഞു കൊടുക്കുന്നത് ആ ഡിസൈൻ ചെയ്തത് ഇവിടുത്തെ ചീഫ് ഡിസൈനറായ കൺമണിയാണെന്ന്. അത് കേൾക്കുന്നതും കൺമണി ആരാന്ന് ചോദിക്കുകയാണ് ശങ്കർ മോഹൻ. മാനസയും ശ്രീദേവിയും ഒക്കെ ആണെങ്കിൽ ആകെ ചമ്മി ഇരിക്കുന്നുണ്ട്. കൺമണി താനാണ് കൺമണി എന്ന് അറിയിക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കുമ്പോൾ ശങ്കർ മോഹൻ കൺമണിയെ കണ്ടിട്ട് എണീറ്റ് തൊഴുതു നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ തൊഴുതത് കൺമണി എന്ന കൊച്ചുകുട്ടിയല്ല, കൺമണിയിലെ ആ വലിയ കലാകാരിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കൺമണിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കൺമണിക്ക് മാത്രമല്ല, മാനസയും ശ്രീദേവിയും ഒഴിച്ച് എല്ലാവർക്കും. തുടർന്ന് ദേവ്ജിയും പറയുകയാണ് കേട്ടോ, സാറ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഞാനും ഇപ്പൊ പറയാൻ പോകുന്നത്. ദൈവം അനുഗ്രഹിച്ച കൈവിരലുകളാണ് കൺമണിയുടേത്. മഹി പറയും, കൺമണിക്ക് അതുകൊണ്ട് തന്നെ ഒരു വിളിപ്പേരുണ്ട്, സൂപ്പർ കൺമണി എന്ന്. ശങ്കർ മോഹനാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നു. സൂപ്പർ കൺമണി എന്ന് കൺമണിയെ നോക്കി വിളിക്കും. കൺമണിയെ എല്ലാവരും കൂടെ പ്രശംസിക്കുന്ന കേൾക്കുമ്പോൾ മാനസയ്ക്കും ശ്രീദേവിക്കും ഒന്നും ഒട്ടും സഹിക്കുന്നില്ല. അസൂയയോടെ നോക്കുകയാണ് അവര് കൺമണിയെ. ശേഷം ശങ്കർ മോഹൻ കൺമണിയോട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, വിദേശത്താണോ പഠിച്ചത് എന്നൊക്കെ. എന്നാൽ കൺമണി പറയും, താൻ പഠിച്ചത് ഇവിടെയുള്ള ഒരു ഗവൺമെന്റ് കോളേജിലാണെന്നും ചെറുതിലേ മുതലേ എനിക്ക് വരയ്ക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അച്ഛൻ പെയിന്ററാണ്, പെയിന്റ് പണിക്കൊക്കെ പോകും. അമ്പലത്തിലൊക്കെ പെയിന്റ് പണിക്ക് പോകുമ്പോൾ ഞാനും കൂടെ പോകും. അവിടെ നിന്നാണ് പ്രധാനമായിട്ട് ഇതൊക്കെ പഠിച്ചത്. ഇതെല്ലാം അറിയുമ്പോഴത്തേക്കും വണ്ടർഫുൾ എന്ന് പറയുന്നുണ്ട് രവിമോഹൻ. നിങ്ങളുടെ കൺമണി ഉണ്ടല്ലോ ഒരത്ഭുതം തന്നെയാണ്. രവിമോഹൻ അത് പറയുന്നതും കൃഷ് കൺമണിയെ നോക്കി ചിരിക്കുന്നുണ്ട്. കൺമണി തിരിച്ചും, നമുക്ക് കഴിവുണ്ടെങ്കിൽ എന്തിനാ പാരീസിലും ഇറ്റലിയിലൊക്കെ പോയി പഠിക്കുന്നത്? അല്ല, അവിടെ പോയി പഠിക്കുന്നത് കുറവാണെന്നല്ല, കഴിവാണ് പ്രധാനം എന്നും കൂടെ ശങ്കർ മോഹൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും തൊലി ഉരിഞ്ഞു പോകുന്നുണ്ട് ശ്രീദേവിയുടെ. പിന്നീട് മാനസയോട് പറഞ്ഞു കൊടുക്കും, മാനസ നമുക്ക് ചിലപ്പോൾ ചില തോന്നലുകളൊക്കെ വരുമല്ലോ. ഈ നിമിഷം എന്റെ മനസ്സ് പറയുന്നു എന്റെ പുതിയ പ്രൊജക്ട് സൂപ്പർ കൺമണി ചെയ്താലാണ് നല്ലതെന്ന്. പിന്നെ ദേവ് സാറ് പണ്ട് എന്നോട് കൺമണിയെ കുറിച്ച് പറഞ്ഞതും എനിക്ക് കൺമണിയോടുള്ള വിശ്വാസം കൂട്ടുന്നു. ശ്രീദേവിയോടും പറയുന്നുണ്ട്, ശ്രീദേവി നിങ്ങൾ നല്ലൊരു കലാകാരിയായിരിക്കും, പക്ഷെ ഈ പ്രാവശ്യം എന്റെ പ്രോജക്ട് കൺമണിയെ ഏൽപ്പിക്കുകയാണ് ഞാൻ. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ആകെ തകർന്നു പോകുന്നുണ്ട് മാനസയും ശ്രീദേവിയും. അങ്ങനെ കൺമണിക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് ശങ്കർ മോഹൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ശങ്കർ മോഹൻ പോയി കഴിഞ്ഞിട്ട് ദേവ്ജി മാനസയോട് അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിക്കുകയാണ്, ഞാൻ ഇവിടുത്തെ ഒരു പ്രദർശന വസ്തു ആണെന്നാണോ മാനസയുടെ വിചാരം? എനിക്ക് കൃത്യമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. ആരോട് ചോദിച്ചിട്ടാ കൺമണിയുടെ ക്യാബിൻ മാറ്റിയത്? ഞാൻ ഇവിടുത്തെ GM അല്ലേ, ഞാൻ ഇവിടെ വേറെ ആരോടാ ചോദിക്കേണ്ടത്? എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട് ദേവ്ജി. ഡിസൈനിങ് സെക്ഷനെ എന്റെ കീഴില്, അന്തിമ തീരുമാനം സാഗറിന് പോലും ഇല്ല. ശ്രീദേവിയോടും പറയുന്നുണ്ട്, ശ്രീദേവി എന്തുകൊണ്ട് ആ വിവരം എന്നോട് റിപ്പോർട്ട് ചെയ്തില്ല? എനിക്കത് അറിയില്ലായിരുന്നെന്ന് ശ്രീദേവി മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ദേവ്ജി പറയും, ശരി, ശ്രീദേവിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഇവിടുത്തെ പുതിയ ആളല്ലേ, ശ്രീദേവി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ മാനസയെ ഉദ്ദേശിച്ചുകൊണ്ട് ദേവ്ജി പറയുന്നുണ്ട്. ശേഷം ശ്രീദേവിക്ക് പറഞ്ഞും കൊടുക്കുന്നുണ്ട്, ഇവിടുത്തെ ചീഫ് ഡിസൈനർ കൺമണിയാണെന്നും ശ്രീദേവി തൽക്കാലം കൺമണിയെ അസിസ്റ്റ് ചെയ്താൽ മാത്രം മതിയെന്നും ശ്രീദേവിയുടെ കഴിവുകൾക്കനുസരിച്ച് പ്രൊമോഷനും ഉണ്ടാവും. അതെല്ലാം കേട്ട് മനസ്സിലായെന്ന് തലയാട്ടുന്നുണ്ട്
ശ്രീദേവി. ശേഷം ദേവ്ജി ആണെങ്കിൽ കൺമണിയോട് കൺമണിക്ക് അവകാശപ്പെട്ടതാണ് ആ ക്യാബിൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ക്യാബിനൊന്നും വേണ്ടെന്ന് കൺമണി പറയുന്നുണ്ടെങ്കിലും ഞാനത് കൺമണിയോട് ചോദിച്ചില്ല എന്ന് പറയുകയാണ് ദേഷ്യത്തോട് ദേവ്ജി. പിന്നീട് മാനസോട് വീണ്ടും പറയും, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതുവരെ പോകുമെന്ന് നോക്കി മിണ്ടാതിരിക്കുകയായിരുന്നു ഞാൻ. പറയേണ്ട സമയത്ത് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ മാനസയെ പരസ്യമായിട്ട് അപമാനിക്കുന്നൊന്നുമല്ല. ചീഫ് ഡിസൈനറായ കൺമണിക്ക് അലിഗയിൽ ഇന്നേറ്റ അപമാനത്തിന് പ്രായശ്ചിത്തം ചെയ്തതാണ്. അതിന്റെ ഗുണം മാനസിക്ക് തന്നെ കിട്ടും. ഇതൊക്കെ കേട്ട് നിന്ന മാനസയാണെങ്കിൽ അവസാനം ദേഷ്യത്തോടെ ഒരൊറ്റ പോക്കാണ് ശ്രീദേവിയും കൂട്ടിക്കൊണ്ട്. മഹിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് വയ്യ, കൈയടിക്കുകയും വിസിലടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൺമണിക്കും ദേവ്ജിക്കും ഒക്കെ കൈ കൊടുത്തിട്ട് ദേവ്ജിയോട് പറയും, ദേവ് സാർ പൊളിച്ചു കേട്ടോ, മഹി സാറിന്റെ സൂപ്പർ കൺമണി പ്രയോഗം വലിച്ചുവെന്ന് ഒരു സ്റ്റാഫും മഹിയോട് പറയുന്നുണ്ട്. അപ്പൊ മഹി പറയും, സൂപ്പർ കൺമണിയെ പിന്നെ വേറെന്ത് വിളിക്കാനാ എന്ന്. കൺമണിക്കും അതൊക്കെ കേട്ട് മനസ്സ് അറിഞ്ഞു പോകും. കൺമണിയുടെ വീട്ടിലെ ശ്രീനിവാസനാണെങ്കിലും ഇപ്പൊ വളരെയധികം ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഇരിക്കുന്നത്. ശ്രീനിവാസനാണെങ്കിൽ ചിരിയോടെ ഇരിക്കുന്നത് കാണുമ്പോൾ അമ്മായിമാര് പരസ്പരം പറയുന്നുണ്ട്, നമ്മളാണെങ്കിൽ തീ പിടിച്ച പോലെയാണ് ഇവിടെ നിൽക്കുന്നത്, പക്ഷെ ഏട്ടന് വല്ല കൂസലും ഉണ്ടോ നോക്കി. പിന്നീട് ശാന്ത ശ്രീനിവാസന്റെ അടുത്ത് നിന്നിട്ട്, ഏട്ടൻ ഇത് എന്ത് ഭാവിച്ചുകൊണ്ടായിരിക്കുന്നത്? ശ്രീനിവാസനുടനെ നിങ്ങൾ എന്ത് കാര്യത്തിനെ പറ്റിയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വീടിന്റെ കാര്യത്തിലെ ഏട്ടന്റെ ഭാഗത്തുനിന്ന് എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കാനും വിഘ്നേശ്വരൻ ഒരു വഴി കണ്ടിട്ടുണ്ടാവുമെന്നും ശ്രീനി അവർക്ക് മറുപടി കൊടുക്കുകയാണ്. ശ്രീനിവാസന്റെ ആ മറുപടി അമ്മായിമാർക്ക് അത്ര തൃപ്തികരാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് ശ്രീനിയെ പിന്നെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അപ്പോഴും ശ്രീനിവാസൻ അവരോട് വിഘ്നേശ്വരൻ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാക്കി തരും എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ നിന്നും വരുന്ന ഗോകുലാണെങ്കിലും അമ്മായിമാരും ശ്രീനിവാസനും തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു നിൽക്കുന്നുണ്ട്. അമ്മായിമാർ അവിടെ നിന്ന് മാറുമ്പോൾ ഗോകുല് ശ്രീനിയോട് ചെന്നിട്ട്, വീടിന്റെ കാര്യത്തിലല്ലേ അമ്മായിമാര് വഴക്കുണ്ടാക്കുന്നേ, വീട് പോകാതിരിക്കാൻ അച്ഛൻ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ശ്രീനിയെ ചിരിയോടെ പറയുകയാണ്, വീട് പോവില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പ് കിട്ടിയതുകൊണ്ടാ ഞാനിത് പറയുന്നത്. ആരാ ഉറപ്പ് തന്നേന്ന് ചോദിക്കുമ്പോൾ കൃഷ് സാറെന്ന് ശ്രീനിവാസൻ മറുപടി കൊടുക്കുകയാണ്. അത് കേട്ട് ഗോകുലിനാണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്, തുള്ളിച്ചാടുന്നുണ്ട്. എന്നാൽ നീ ബഹളം വെച്ച ആളെ അറിയിക്കേണ്ടെന്നും നിന്റെ അമ്മയെങ്ങാനും ഇതറിഞ്ഞാ അത് മുടങ്ങുമെന്നും ശ്രീനി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗോകുലിനെ. കൃഷ് സാറ് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കുമെന്ന് ഗോകുലം പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കൺമണി പായസം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ദേവ്ജിക്കും മൈക്കും കൃഷ്ണനും ഒക്കെ കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് ഈ പായസം മാനസയെ ദേവ് സാറ് വിറപ്പിച്ചതിനാണോ അതോ ശങ്കർ മോഹൻ പ്രോജക്ട് കിട്ടിയതിനാണോ എന്ന് ചോദിക്കുമ്പോൾ ഏത് വകയിലായാലും പായസം കുടിച്ചിട്ട് അഭിപ്രായം പറയാൻ ദേവ്ജി പറയുന്നുണ്ട് മഹിയോട്. ഏതായാലും മഹി പായസം കുടിച്ചിട്ട് ഈ പായസത്തിന് എന്തോ ഒരു കുറവ് പോലെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണനും ദേവ്ജിക്കും അത് തോന്നുന്നില്ല. പായസത്തിനെ മഹി കുറ്റം പറയുന്ന കേട്ടിട്ട് എന്നാ പിന്നെ നീ കുടിക്കണ്ടെന്നും പറഞ്ഞ് മഹിയുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് പിടിച്ചു വാങ്ങുകയാണ് കൃഷ്. എന്തോ കുറവുള്ള പായസമാണെന്നല്ലേ നീ പറഞ്ഞ്, നീ കുടിക്കണ്ടെന്നും പറഞ്ഞ് കൃഷ് അങ്ങനെ നിൽക്കുമ്പോൾ മഹി ചോദിക്കുകയാണ്, കൺമണിയെ നിനക്ക് ഇഷ്ടമാണെന്ന് കരുതി ഈ ഭൂമിയിലുള്ള എല്ലാവരും കൺമണി ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ലതാണെന്ന് പറയണോ? അത് കേൾക്കുന്ന കൃഷ് ദേവ്ജിയോട് ചോദിക്കുന്നുണ്ട്, ദേവ് സാർ തന്നെ അഭിപ്രായം പറ, പായസം എങ്ങനെയുണ്ട്, നല്ലതല്ലേ? ദേവ്ജി പായസം അസലായിട്ടുണ്ടെന്ന് തന്നെ പറയും. അതേസമയം നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവരും കൂടെ നടത്തിയ നാടകമാണ് ഇതെന്നും ദേവ്ജി അറിയിക്കുന്നുണ്ട് കൃഷിനെ. കൃഷ് ആണെങ്കിൽ അത് കേട്ട് നാണിച്ചു പോന്നു.